വിഡ്ഢികളാണോ അതോ മലയാളികൾ മുഴുവൻ വിവരമില്ലാത്തവരാണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കരുതിയിരിക്കുകയാണോ? കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം ഇപ്പോൾ ചൂട് പിടിച്ചിരിക്കുകയാണ്. വിഷയം കേട്ടാത്തൊന്നും നാടിന്റെ വികസനത്തിന് വേണ്ടി രണ്ട് മഹാരഥന്മാർ ഏറ്റുമുട്ടാൻ പോവുകയാണെന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള മഹാസംവാദമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം, ഞാൻ വരാമെന്ന് സതീശൻ. എന്റെ റിപ്പോർട്ട് കാർഡിൽ ചർച്ചയാവാം, നിയമസഭയിൽ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പിണറായി വിജയൻ. ആരെ പറ്റിക്കാനാണ് പിണറായി, സതീശ, നിങ്ങളുടെ ഈ നാണം കെട്ട കളി? ഇത്രയും കാലം നിങ്ങളുടെ ഈ പൊളിഞ്ഞ നാടകം കണ്ടു കണ്ട് ഞങ്ങൾ മടുത്തു. നിയമസഭയിൽ മൈക്ക് ഓഫ് ചെയ്യുമ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോഴും ഇല്ലാത്ത എന്ത് സംവാദമാണ് നിങ്ങൾ തെരുവിൽ നടത്താൻ പോകുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സംവാദത്തിന് പിന്നിലെ യഥാർത്ഥ അജണ്ടയാണ്. ഭവന പദ്ധതിയിലെ നുണകൾ, കേന്ദ്രത്തിന്റെ അവഗണന എന്ന സ്ഥിരം പല്ലവി, പിന്നെ കേരളം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികൾ. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണണം. കാരണം നിങ്ങളെ വിഡ്ഢികളാക്കി വോട്ട് തട്ടിയെടുക്കാൻ ഇവർ മെനയുന്ന തിരക്കഥയുടെ ഓരോ പേജും ഞാൻ ഇത് പൊളിച്ചെടുക്കുകയാണ്. എന്താണ് ഈ സംവാദത്തിന് പെട്ടെന്ന് ഇത്ര പ്രസക്തി വരാൻ കാരണം? കേരളം ഒരു തിരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ എപ്പോഴും ഇത്തരം ചില വെല്ലുവിളികൾ ഉയരാറുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നോക്കൂ, അദ്ദേഹത്തിന്റെ സംവാദമാകാം, പക്ഷെ അത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കാർഡിനെ കുറിച്ചായിരിക്കണം. അതായത് അദ്ദേഹം എഴുതിയുണ്ടാക്കിയ പരീക്ഷാ പേപ്പറിൽ അദ്ദേഹം തന്നെ മാർക്കിട്ട കണക്കുകളെ കുറിച്ച് മാത്രം സംസാരിക്കാം എന്നാണ് പറയുന്നത്. ഇതിനെയാണോ സംവാദം എന്ന് വിളിക്കുന്നത്? മറുവശത്ത് VD സതീശൻ, അദ്ദേഹം സ്ഥലവും സമയവും ചോദിക്കുന്നു. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞു? മാസപ്പടി വിവാദം വന്നപ്പോ, ലൈഫ് മിഷനിലെ അഴിമതി പുറത്തു വന്നപ്പോ, സ്വർണ്ണക്കടത്ത് കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോ, സ്വർണ്ണക്കൊള്ള വന്നപ്പോ, ഈ പറയുന്ന സംവാദ വീരന്മാരെല്ലാം എവിടെയായിരുന്നു? സത്യത്തിൽ പിണറായി വിജയനും VD സതീശനും തമ്മിൽ ഒരു അന്തർധാരയുണ്ടോ എന്ന് സാധാരണക്കാരനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുറത്ത് ഇവർ കടുപ്പത്തിൽ സംസാരിക്കും, പക്ഷെ കാതലായ അഴിമതി കേസുകളിൽ ഇവർ പരസ്പരം സംരക്ഷിക്കുന്നു. ഈ ആരോപണം ശക്തമല്ലേ? ഈ സംവാദ വെല്ലുവിളി വെറും ഷാഡോ ബോക്സിംഗ് അഥവാ നിഴൽ യുദ്ധം മാത്രമാണ്. ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ശത്രുക്കളാണെന്ന് കാണിക്കാനുള്ള ഒരു തരം തന്ത്രം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. സംവാദത്തിലെ പ്രധാന പോയിന്റ് ഭവന പദ്ധതിയാണ്. VD സതീശൻ പറയുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച വീടുകളിൽ അത്ര പോലും LDF 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അതിന് മുഖ്യമന്ത്രി യമണ്ടൻ നുണ എന്ന് വിളിക്കുന്നു. നമുക്ക് വസ്തുതകൾ പരിശോധിക്കാം. കേരളത്തിലെ ലൈഫ് മിഷൻ പദ്ധതി വഴി ലക്ഷക്കണക്കിന് വീടുകൾ നൽകി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിൽ എത്ര വീടുകൾ കേന്ദ്ര സർക്കാരിന്റെ PMAY അഥവാ പ്രധാനമന്ത്രി ആവാസ് യോജന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്? കേന്ദ്രം നൽകുന്ന പണം ഉപയോഗിച്ചിട്ട് വീട് നിർമ്മിച്ചിട്ട് അതിനു മുകളിൽ ലൈഫ് മിഷൻ എന്ന ബോർഡ് വെക്കുന്നത് ജനങ്ങളെ പറ്റിക്കലല്ലേ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അവർ കേന്ദ്രത്തിന് ക്രെഡിറ്റ് നൽകുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അത് മുഖ്യമന്ത്രിയുടെ പദ്ധതിയായി മാറുന്നു. ഇവിടെയാണ് രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. കേന്ദ്രം പണം നൽകുന്നില്ല എന്ന് ഒരു വശത്ത് നിലവിളിക്കുക, മറുവശത്ത് അതേ പണം ഉപയോഗിച്ച് PR വർക്ക് നടത്തുക. സതീശൻ ഉന്നയിക്കുന്ന കണക്കുകളിലും വ്യക്തത കുറവുണ്ട്. UDF കാലത്ത് ഇന്ദിരാ ആവാസ് യോജന വഴിയും മറ്റും നൽകിയ വീടുകളുടെ കണക്ക് അദ്ദേഹം നിരത്തുമ്പോൾ അതിൽ എത്ര എണ്ണം പൂർത്തിയായി, എത്ര പേർക്ക് പട്ടയം ലഭിച്ചു? ഇവർ രണ്ടുപേരും കണക്കുകൾ കൊണ്ട് പന്താടുകയാണ്. പാവപ്പെട്ടവന്റെ തലചായ്ക്കാൻ ഒരിടം എന്ന സ്വപ്നത്തെ ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കി മാറ്റുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ആയുധമാണ് കേന്ദ്രത്തിന്റെ അവഗണന. കേരളത്തിന് കിട്ടേണ്ട വിഹിതം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നു, അതുകൊണ്ട് വികസനം തടസ്സപ്പെടുന്നു. ഇതാണ് സ്ഥിരം പല്ലവി. കേട്ട് മടുത്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും പണം ലഭിക്കുന്നത്. ഉത്തർപ്രദേശിനും തമിഴ്നാടിനും കിട്ടുന്ന അതേ നിയമങ്ങൾ കേരളത്തിനും ബാധകമാണ്. എന്നിട്ടും കേരളം മാത്രം എന്തുകൊണ്ടാണ് എപ്പോഴും കടക്കിണിയിൽ നിൽക്കുന്നത്? നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. കർണാടക IT മേഖലയിൽ ലോകശ്രദ്ധ നേടുന്നു. എന്നാൽ കേരളം എന്താണ് ചെയ്യുന്നത്? കിട്ടുന്ന പണം മുഴുവൻ ശമ്പളവും പെൻഷനും നൽകാൻ തികയുന്നില്ല. എന്നിട്ടും ഇവിടെ ഹെലികോപ്റ്ററുകൾ യാത്രകൾക്കും വിദേശ ടൂറുകൾക്കും കുറവൊന്നുമില്ല. മുഖ്യമന്ത്രി ചോദിക്കുന്നു, കേന്ദ്രം അവഗണിച്ചപ്പോൾ പ്രതിപക്ഷം ശബ്ദം ഉയർത്തിയോ എന്ന്. പ്രതിപക്ഷം പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്നാണ്. അത് മാത്രം സത്യമാണ്. സത്യത്തിൽ ഇവർ രണ്ടുപേരും ചേർന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയാണ്. ഇതുവരെയുള്ള മാറി ഭരിച്ചിട്ടും ഇവിടെ കേരളത്തിൽ എന്താണ് ഉണ്ടായത്? പ്രവാസികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേരളം നടന്നു പോകുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന GST നഷ്ടപരിഹാരവും മറ്റു ഗ്രാന്റുകളും കൃത്യമായി വിനിയോഗിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടുകൾ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സംവാദത്തിൽ പിണറായി വിജയൻ ഈ റിപ്പോർട്ടുകളെ കുറിച്ച് സംസാരിക്കുമോ? ഇല്ല. ഈ സംവാദത്തിലേക്ക് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ കൂടി വരുമ്പോൾ ചിത്രം പൂർത്തിയാവുകയാണ്. BJP ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ സത്യത്തിൽ പ്രസക്തമാണ്. കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ
രീതിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അത് ഹൈവേകളാകട്ടെ, റെയിൽവേ ആകട്ടെ, ഡിജിറ്റൽ ഇന്ത്യ ആകട്ടെ, ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കൾ കേരളത്തിലുണ്ട്. എന്നാൽ ഇതിന്റെയൊന്നും ക്രെഡിറ്റ് കേന്ദ്രത്തിന് നൽകാതെ എല്ലാം തങ്ങൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനാണ് LDFും UDFും ശ്രമിക്കുന്നത്. ഇരട്ടത്താപ്പാണ് CPMന്റെ പ്രത്യയശാസ്ത്രമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ അതിൽ വലിയൊരു ശരിയില്ലേ? കേന്ദ്രത്തിൽ കോൺഗ്രസുമായി കൂട്ടുപിടിക്കുക, കേരളത്തിൽ കോൺഗ്രസിന് ചീത്ത വിളിക്കുക. ഈ വിചിത്രമായ രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട്. സാധാരണക്കാരന്റെ അടുക്കളയിലെ തീ പുകയുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. ഈ സംവാദ വീരന്മാർ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ചില കാര്യങ്ങളുണ്ട്. നമുക്കിനി അതിലേക്ക് കടക്കാം. യുവജനങ്ങളുടെ പലായനം, അത് BJP പലതവണ ഉന്നയിച്ചതാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നിരിക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞാൽ എല്ലാവരും, എന്തിന് +2 കഴിഞ്ഞാൽ തന്നെ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു. കേരളം ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പിണറായിക്കോ സതീശനോ വല്ല പദ്ധതിയുണ്ടോ? പിന്നെ കാർഷിക മേഖല, വന്യജീവി ആക്രമണം കാരണം കർഷകർക്ക് കൃഷിഭൂമി ഉപേക്ഷിക്കേണ്ടി വരികയാണ്. നെല്ല് സംഭരിച്ച പണം കിട്ടാതെ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് പോകുന്നു. സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ഇതിനെക്കുറിച്ച് ഇവർ വാദിക്കുമോ? പിന്നെ വ്യവസായ സൗഹൃദ കേരളം, അതിൽ 1ാം നമ്പർ എന്നാണ് പിണറായിയുടെ വാദം. സംരംഭകർ ആത്മഹത്യ ചെയ്ത നാടായി കേരളം മാറി. കിറ്റക്സ് പോലെയുള്ള വലിയ കമ്പനികൾ കേരളം വിട്ടുപോകുന്നു. ഇവിടെ തൊഴിൽ ലഭിക്കണമെങ്കിൽ പാർട്ടി നോക്കണമെന്ന അവസ്ഥയാണുള്ളത്. പിന്നെ ലഹരി മാഫിയ, കേരളത്തിലെ തെരുവുകളിൽ ലഹരി ഒഴുകുകയാണ്. സ്കൂൾ കുട്ടികൾ പോലും ഇതിന് ഇരയാകുന്നു. ക്രമസമാധാനം തകർന്നിരിക്കുന്നു. ഈ വിഷയങ്ങളിലൊന്നും ഒരു സംവാദവും നടക്കുന്നില്ല. പകരം നീ നുണയൻ, ഞാൻ സത്യവാൻ, എന്നെ കിൻഡർഗാർട്ടൻ എന്ന് കളിയാക്കിയാണ് ഇവർ നടക്കുന്നത്. ഈ പറയുന്ന സംവാദം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ചില നിബന്ധനകൾ വെക്കും. അത് പ്രതിപക്ഷം അംഗീകരിക്കില്ല. അവസാനം ഞാൻ തയ്യാറായിരുന്നു, പക്ഷെ അവൻ വന്നില്ല എന്ന് 2 പേർക്കും പറയാം. ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. നിയമസഭയിൽ മൈക്ക് ഓഫ് ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു തുറന്ന സംവാദത്തെ നേരിടാൻ കഴിയുക? അദ്ദേഹത്തിന് നോക്കി വായിക്കാനേ അറിയൂ എന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. ഈ പറയുന്ന സതീശനും അറിയാം. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ കടക്ക് പുറത്തെന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് ജനാധിപത്യപരമായ ഒരു ചർച്ചയിൽ പങ്കെടുക്കുക? അതുപോലെ തന്നെയാണ് പ്രതിപക്ഷവും. ജനകീയ വിഷയങ്ങളിൽ ശക്തമായി സമരം നയിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അലറാനും മാത്രമേ ഇവർക്കും കഴിയൂ. നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം ഉണ്ടായിട്ടും അവിടെ അക്രമം കാണിച്ചവരാണ് നമ്മളെ വികസനം പഠിപ്പിക്കാൻ വരുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളായ ഗുജറാത്തോ ഉത്തർപ്രദേശോ മഹാരാഷ്ട്രയോ ഒക്കെ വികസനത്തിന്റെ കാര്യത്തിൽ കുതിച്ചു ചാടുമ്പോൾ കേരളം കടമെടുപ്പിന്റെ കാര്യത്തിലാണ് ഒന്നാമത് നിൽക്കുന്നത്. ഓരോ മലയാളി കുഞ്ഞും ഇവിടെ ജനിച്ചു വീഴുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടക്കാരനായിട്ടാണ്. ഈ കടം എങ്ങനെ വീട്ടുമെന്ന് പറയാൻ ഈ സംവാദത്തിൽ ആരെങ്കിലും തയ്യാറാകുമോ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. പിണറായി വിജയനും VD സതീശനും അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ കണക്ക് ഓരോന്ന് സംസാരിക്കുന്നത്. അവർക്ക് വോട്ട് വേണം, അധികാരം വേണം. അതിനുവേണ്ടി അവർ എന്ത് നാടകവും കളിക്കും. അതിന് യാതൊരു തരത്തിലുള്ള സ്റ്റാൻഡേർഡ് അവർ നോക്കില്ല. പക്ഷെ നമ്മൾ വോട്ടർമാർ ചിന്തിക്കണം. ഈ സംവാദ നാടകം കണ്ട് കൈയടിക്കുന്നതിന് പകരം അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഞങ്ങളുടെ നികുതി പണം എവിടെ പോകുന്നു? ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ജോലി കിട്ടുമോ? ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുമോ? ഈ പൊളിഞ്ഞ രാഷ്ട്രീയ നാടകം കണ്ടു മടുത്തു എന്ന് നമ്മൾ ഉറക്കെ പറയണം. അതിന് വേണം ഒരു ഗട്സ്. എന്തായാലും സംവാദമല്ല നമുക്ക് വേണ്ടത്, പ്രവൃത്തിയാണ്. 10 വർഷം ഭരിച്ചിട്ടും വികസനത്തെക്കുറിച്ച് സംവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പരാജയമാണ്. പ്രതിപക്ഷ നേതാവിന് സംവാദത്തിന് തെരുവിലേക്ക് വരേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ സഭയിലെ പരാജയവുമാണ്. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ ലോബിക്കെതിരെ നമ്മൾ ഒരുമിക്കണം. രാഷ്ട്രീയ അടിമത്തം ഉപേക്ഷിക്കുക. അതിനു പകരം ബുദ്ധിപരമായി ചിന്തിച്ച് വോട്ട് ചെയ്യുക. നിങ്ങളുടെ വോട്ടിന് വലിയ വിലയുണ്ട്. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.